അപ്പോൾ വീണ്ടും നമ്മളെ പഴയ ഡേ ഇൻ മൈ ലൈഫിലോട്ട് പോവുകയാണ്. വീട് ഓഫീസ് വീട്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഇത് മെയ് 1 തൊഴിലാളി ദിനത്തെ പ്രമാണിച്ച് ഞാൻ എടുക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. തൊഴിലാളി ദിനമല്ലേ, അപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ ലീവൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് അങ്ങോട്ട് കയറാമെന്ന് തീരുമാനിച്ചു. വെറുതെ പറഞ്ഞതാണ്. ഏപ്രിൽ 1 മാസമായിരുന്നു ലീവ്. പ്രതീക്ഷിക്കാതെ അത് തൊഴിലാളി ദിനത്തിലായി ജോയിൻ ചെയ്തത് എന്ന് മാത്രം കേട്ടോ. അപ്പം ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് നമ്മുടെ എനർജി ഡ്രിങ്ക് ആയിട്ടുള്ള ബ്രൂ കോഫി ഉണ്ടാക്കി നല്ലോണം ആറ്റി പതപ്പിച്ച് അങ്ങോട്ട് കുടിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ പിട്ടാണ് ടിഫൻ. അപ്പോൾ പിട്ടിലേക്കുള്ള കറി തലേദിവസം ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ ഉണ്ട് എടുത്ത് വെച്ചിട്ട് അതും ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളി എല്ലാം കൂടെ കുക്കറിൽ പൊടികളൊക്കെ ചേർത്ത് അങ്ങോട്ട് വേവിച്ചിട്ടു കേട്ടോ. അതുപോലെ ഇന്നലെ ചിക്കൻ വറുത്ത എണ്ണ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കിഴങ്ങോ വെണ്ടയ്ക്കൊക്കെ വറുത്ത ഇത്തിരി ഒരു വെറൈറ്റി ടേസ്റ്റും മണമൊക്കെ ആവുമല്ലോ. അങ്ങനെ ഞാൻ ഇന്ന് കിഴങ്ങ് അതിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചിക്കൻ വറുത്ത എണ്ണയിൽ കിഴങ്ങ് വറുത്ത ഉണ്ണിയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചോറിന് കിഴങ്ങ് വറുത്ത ഉണ്ടാക്കി. പിന്നെ വീട്ടിലേക്കുള്ള കറിക്ക് തേങ്ങാരപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞി മുറി തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുറുക്കിയെടുത്ത് അത്യാവശ്യം നല്ല രീതിക്ക് വറുത്ത് ഇത്തിരി മല്ലിയും മുളക് പൊടിയും എല്ലാം അതിലിട്ടിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് വറവൊക്കെ കറക്റ്റായി മസാല കുത്തൊക്കെ മാറിയപ്പോൾ അത് അരച്ച് കറിയിലോട്ട് പാർന്നിട്ടു കേട്ടോ. പിന്നെ പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് എൻ്റെ പുട്ട് കുത്തുന്ന കുഴലിൽ ആവി വരികയേ ചെയ്യില്ല. അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറഞ്ഞു തന്നൊരു ടെക്നിക്കാണ് ഇത്. ഈർക്കള കുത്തി കൊടുക്കുക. അപ്പോൾ ഈർക്കള കുത്തുന്നത് പേടിച്ചിട്ട് പുട്ടിന് നല്ല ആവി വരും പുറത്തേക്ക് കേട്ടോ. സംഭവം നമ്മൾ ആ ഈർക്കള കുത്തുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എയർ പാസ്സാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാവുക. ചിലപ്പോൾ ഒക്കെ ഈ പുട്ട് കുഴയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്യുമ്പോൾ ആവിയൊക്കെ പുറത്തേക്ക് വരാനായിട്ട് ഇത്തിരി താമസം ഉണ്ടാവുമല്ലോ. ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഒരു 2-3 പ്രാവശ്യം കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിക്ക് പുറത്തേക്ക് ആവിയൊക്കെ വന്ന് പുട്ടൊക്കെ വെന്തിട്ടും തേങ്ങാരപ്പൊക്കെ പാർന്ന് നല്ലോണം തിളച്ച് കുറിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി കേട്ടോ. കിഴങ്ങും ചിക്കനൊക്കെ ഒരുപോലെ ഇങ്ങോട്ട് കടന്ന് വെന്തിട്ടേ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിടിക്ക് മാത്രമല്ല, സംഭവം ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ചോറിലേക്കും ടേസ്റ്റാണ്. ഉച്ചയാകുമ്പോഴത്തേക്കും ഞാൻ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്നലത്തെ കുറച്ച് കറി ബാക്കി ഇരിപ്പുണ്ട്. പിന്നെ ഈ കറിയും വേണമെങ്കിൽ കൂട്ടാലോ. പിന്നെ കുറച്ച് തൈരും ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചോടെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഞാൻ ഒരു 1/2 ഗ്ലാസ് ചായയും അതുപോലെ ഒരു കുഞ്ഞി കഷ്ണം പുട്ട് കൊടുത്തിട്ട് കറിയൊക്കെ വെച്ച് അതകത്താക്കിയിട്ടോ. ഇപ്പം എന്താ വെച്ചാൽ ഈ ലീവ് എടുക്കുക കാരണം കൊണ്ട് ഇങ്ങനെ വീട്ടിലിരുന്ന് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുകയല്ലേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയാകുമ്പോഴത്തേയും 4 മണിത്തെ നേരത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നിയ പോലെ തിന്നിട്ട് വിശപ്പ് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെയാണ് ജോലിക്ക് ഇറങ്ങിയത്. കുറേ ദിവസം പോവാതിരുന്നിട്ട് അത്യാവശ്യം നല്ല കള്ളമടിയോട് കൂടിയിട്ടാണ് ഞാനിതിങ്ങനെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താ അറിയില്ല, ഭയങ്കര സങ്കടം. കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ സ്കൂളിൽ പോകാണ്ടായിട്ട്, പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഒരു വിഷമം. അതുപോലൊരവസ്ഥയാണ് ഇപ്പം എനിക്കുള്ളത്. കുഴപ്പമില്ല, സെറ്റായിക്കോളും. എനിക്ക് മാത്രമല്ല കേട്ടോ, അച്ചൂട്ടനും മാതിക്കും ഒക്കെ ഭയങ്കര സങ്കടം. 1 മാസം ലീവ് എടുത്തപ്പോൾ ഞാൻ ഇത്തിരി ഒന്ന് തടി കൂടിയോന്ന് സംശയം ഇല്ലാതില്ല. എനിക്ക് നടക്കാൻ പറ്റണില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. തടി കൂടിയിട്ടുണ്ട് അല്ലേ? തടി കൂടിയിട്ടുണ്ടോ ഗൈസ്? തടി കൂടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കിടപ്പുണ്ട്. അപ്പം ഞാൻ 2 മാസമൊക്കെ ലീവ് എടുത്താണെങ്കിൽ എന്താവില്ല അവസ്ഥ അല്ലേ. അപ്പം ഞാൻ മെയിൻ റോഡിലെത്തി ബാക്കി വിശേഷങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. 1-ാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ ആകുമ്പോൾ ഞാനത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ആക്കാൻ എന്തായാലും ലേറ്റ് ആവുമെന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ ഷോർട്സ് പോലെ ഒരു വീഡിയോ എടുത്തായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിക്ക് വ്യൂസും ലൈക്സും കമൻസും ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഓഫീസിലൊക്കെ പോയി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. കുറേ ആയിട്ട് വീട്ടിലിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ജോലിക്കൊക്കെ പോയി വന്നപ്പോൾ ഇത്തിരി ഒന്ന് ക്ഷീണം തോന്നി. 2 നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവും. അപ്പോൾ വൈകിട്ട് വന്ന് നമ്മുടെ വൈകുന്നേരത്തെ പണികളെല്ലാം കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ച് ഇരുന്നപ്പോൾ ഉണ്ട് കരിമീൻ കൊണ്ടുവന്നിരിക്കുന്നു.
സാധാരണ കരിമീനൊക്കെ കൊണ്ടുമ്പോൾ അങ്ങനെ പീസാക്കിയിട്ട് തന്നെയാണ് കൊണ്ടാറ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വറക്കാനൊക്കെ എളുപ്പമാകുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് കരിമീൻ പൊള്ളിക്കണം, പൊള്ളിച്ചതൊന്ന് കഴിക്കണം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. എന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് മീൻ പൊള്ളിച്ചത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഏട്ടൻ ഓർത്തത്ര എന്നാൽ പിന്നെ ഇത്തവണ കരിമീൻ അങ്ങോട്ട് പൊള്ളിക്കാന്ന്. പക്ഷേ മീൻ ഓർഡർ ആക്കിയപ്പോഴത്തേക്കും മീൻ കട്ട് ചെയ്യുന്ന ആൾ അതിൻ്റെ തലയും അങ്ങോട്ട് മുറിച്ചു. സാധാരണ നമ്മൾ ഈ പൊള്ളിക്കുമ്പോൾ അതിൻ്റെ തലയും കൂടി വേണമല്ലോ. അപ്പോൾ അച്ചൂട്ടനും ആദ്യം പൊള്ളിക്കാൻ പാകത്തിന് നല്ല മെനക്കുള്ള 2 കുട്ടി മീനെ കിട്ടിയിട്ടുണ്ട്. എനിക്കും ഏട്ടനുള്ള വലിയ മീൻ തലയില്ലാത്തതാണ് കേട്ടോ. തലയില്ലാത്തയായാലും പൊള്ളിച്ച ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് ഓർത്ത് അതും കൂടി പൊള്ളിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ 3 മീനും നല്ല രീതിക്ക് ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി നല്ല വാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രാത്രി ഒരു 10 മണിക്കാണ് ഞാൻ ഈ ഒരു മീൻ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പൊള്ളിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉണ്ണിയോളം എനിക്ക് ഒരു സൗകര്യം തരുന്നില്ല. ഒരെണ്ണാട് പൊള്ളിച്ചാലപ്പോൾ അത് കഴിക്കാഞ്ഞിട്ട് തിരക്കായിട്ട് ഇതെങ്ങനെയാവും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒന്നും നടക്കില്ല മക്കളെ, രാവിലെ എനിക്ക് ഡ്യൂട്ടി ഇല്ലാണ്, അപ്പോൾ നമുക്ക് രാവിലെ അവിടെ പൊള്ളിക്കാമെന്ന് പറഞ്ഞ് 2 ഞാൻ അടക്കിയിട്ടോ അവിടെ. പിന്നെ ഞാൻ മീനിക്കുള്ള മസാലയൊക്കെ തയ്യാറാക്കി. സാധാരണ നമ്മൾ മീൻ വറുക്കുമ്പോൾ ഉണ്ടാക്കുന്ന മസാല തന്നെയാണ് ഞാൻ ഇത് മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കിയിട്ട് മീനിൽ നല്ല രീതിക്ക് തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ച് കൊടുത്തു കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള നല്ല കറിവേപ്പില ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. വരഞ്ഞ ഗ്യാപ്പിലേക്കൊക്കെ നല്ലോണം മസാല കുത്തി അങ്ങോട്ട് ഇറക്കി കൊടുത്തു കേട്ടോ. അതുകൊണ്ട് തന്നെ മീനിൽ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി വെച്ചിട്ട് രാവിലെ അല്ലേ നമ്മൾ മീൻ എടുക്കണത്, അപ്പോൾ നല്ലോണം മസാല അതിൽ പറ്റി പിടിക്കുകയും ചെയ്യുമല്ലോ. അതുപോലെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഞാൻ കയറി നോക്കിയപ്പോഴത്തേക്കും നമ്മളതിനെ സബ് ചെയ്യാത്ത കുറേ പേരാണ് നമ്മളെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോസ് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോഴല്ലേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോസിന് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് നമ്മളതിനെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. ഈ ഒരു കരിമീൻ മസാലയൊക്കെ പുരട്ടി അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുക കാരണം കൊണ്ട് രാവിലത്തേക്ക് നല്ല രീതിക്ക് മസാല ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വറുത്ത് പൊള്ളിച്ച് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് സ്റ്റെപ്പ് ചെയ്യാണ്ട് പൊള്ളിക്കാനായിട്ട്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഇത് പൊള്ളിച്ചെടുക്കുക കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഇത്തിരി മധുരമായിരിക്കുമോ, എങ്ങനെയാവും ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ലാസ്റ്റ് നമുക്കത് കിട്ടുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചൂടോടെ കഴിക്കണം. ഞങ്ങൾക്ക് അതങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല. അതെന്താണ് പണി പാളിയെന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ട് നോക്കണം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യണേ. സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും 1000 താങ്ക്സും കൂടെ പറയുകയാണ്.